അപ്പൊ ഇന്നാണ് ഗൈസ് ആ ദിവസം. വേറെ ഒന്നുമല്ല, കുറെ കാലമായിട്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ പൂപ്പല് പിടിച്ചിരിക്കുന്ന ഒരു പരിപാടി പൊടി തട്ടിയെടുക്കാന്ന് വിചാരിച്ചു. കുറെ കാലമായിട്ട് പ്ലാനിങ് മാത്രം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അതിനൊരു അന്ത്യം കുറിക്കാൻ വന്നവരൊക്കെ അതാ കിടന്നുറങ്ങുന്നു. എന്തോന്ന് ജോ, അങ്ങനെ നമ്മുടെ ശക്തമായ ഇടപെടൽ കാരണം ഉറങ്ങിയവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞങ്ങളെ വീട്ടിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം എടുത്തിട്ടതാണ്. ഇനി നമുക്ക് ഓരോരോ ചായ കുടിച്ചാലോ. അതിന്റെ മുന്നേ നമുക്ക് നമ്മളെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഇത് നമ്മളെ ഹെൽത്തി കുട്ടല്ലോ. ഇത് നമ്മളുടെ മെയിൻ ഹെഡ് ഓഫ് ദ ടീം. ഞാനൊരു പച്ചിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ഉള്ളത് മൊത്തം ഒരു പച്ചമയം. ഇത് എന്നെ പോലെയുള്ള വേറൊരാൾ. അടുത്തത് ഓളെ പോലെ ആവാതിരിക്കാൻ ഡീസന്റ് കാണിച്ചിരിക്കുന്ന മുത്താത്ത. ഇത് പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ മെയിൻ ഹെഡ്. ഞങ്ങളെ ഡ്രൈവർക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങളെ കലവില കാരണം കോൺസെൻട്രേഷൻ പോവത്ര. അങ്ങനെ കഷ്ടപ്പെട്ട് മിണ്ടാണ്ടിരുന്ന് വരുമ്പോഴാണ് ഈ ചേട്ടന്റെ വണ്ടി കൊണ്ടുള്ള ഓരോരോ പരിപാടി. പിന്നെ ഒന്നും നോക്കില്ല, കറക്കി തിരിച്ച് വണ്ടി മുന്നോട്ടെടുത്തപ്പോ അതാണ് അടുത്ത വണ്ടി. ഇത് കഴിഞ്ഞപ്പോ റോഡിന്റെ സൈഡിൽ വലിയൊരു കുഴിയും വെട്ടിട്ടുണ്ട്. ഈ മേലോട്ട് ജീപ്പ് മാത്രമേ പോവുള്ളൂ എന്നാണ് ഓര് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പതറാണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്നെ മനസ്സിലായി ഓര് പറഞ്ഞത് സത്യമായിരുന്നു. അങ്ങനെ മുന്നിൽ പൊടിയൊക്കെ പാറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ 4 പേര് ഇറങ്ങിയപ്പോ കാറ് സ്മൂത്ത് ആയിട്ട് മേലോട്ടും പോയി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഞങ്ങൾ 4 ആളായിരുന്നു ആ വണ്ടിയുടെ മെയിൻ പ്രശ്നം. ഇവിടുത്തെ വഴികളാണെങ്കിൽ ലൂപ്പ് പോലെ വന്ന വഴികൾ തന്നെയാണ് പിന്നെയും വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ വൈബ് ഒട്ടും കുറയണ്ടെന്ന് വെച്ചിട്ട് ഈ കുന്നിന്റെ ഏറ്റവും മേലെയുള്ള റിസോർട്ടാണ് ബുക്ക് ചെയ്തത്. വഴി അറിയാൻ വേണ്ടി റിസോർട്ടത്തെ ചേട്ടനെ വിളിച്ചു നോക്കിയപ്പോ ഒരു 100 മീറ്ററിന്റെ ചെറിയൊരു കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ കയറിക്കൊണ്ടിരിക്കുന്നതാണ് ചെറിയ കുന്നും മലയൊക്കെ താണ്ടി നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ്. ബാക്കിയുള്ളവർക്ക് നടന്നു വരട്ടെ. ഇങ്ങനെ നോക്കുമ്പോൾ അവർ അടുത്താണെങ്കിലും അവര് വളരെ ദൂരത്താണ് ഗൈസ്. അത്രയും വലിയ കുന്നും കയറിയിട്ട് പതറാതെ കയറി വരുന്നത് കണ്ടില്ലേ? അടി കിട്ടാത്തത് എന്റെ ഭാഗ്യം, അത്ര ഓർത്താ മതി. അപ്പനിപ്പോ പറഞ്ഞിക്കാൻ നേരല്ല, ബാക്കി നാളെ കാണാട്ടോ.